കൃത്യം 11 മണിക്ക് വരാമെന്നാ സിസിലി പറഞ്ഞത്. ഇപ്പം മണി 11:30 ഈ സമയം പാലിക്കാത്തവരുമായിട്ട് ഒരു ഏർപ്പാടിനും പോകാതിരിക്കുന്നതാ നല്ലത്. വേറെ ആരുമല്ല, ചേച്ചി തന്നെയല്ലേ അവരെ കൊണ്ടുനടക്കുന്നത്. അതിലെനിക്കൊരു ലക്ഷ്യമുണ്ട്. അവളുടെ ഒരു സഹായം കൂടി കിട്ടിക്കഴിഞ്ഞാ അവൾ അവിടുന്ന് പുറത്താ. ഇനി എന്ത് സഹായമോ? സിസിലിയെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു സഹായം. പക്ഷേ അത് കഴിയുമ്പോ ഉണ്ടാവുന്നൊരു പൊട്ടിത്തെറിയില് പഞ്ചരത്നം നടുങ്ങും. പഞ്ചരത്നത്തിന്റെ ആധാരവും അമൃതയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം വരെ എന്റെ കയ്യിലാവും. ഇനി ഞാൻ തീരുമാനിക്കും പഞ്ചരത്നത്തിന്റെ മേൽക്കൂരയുടെ മുകളില് ഒരു പക്ഷി ചിറകടിച്ച് പറക്കാൻ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിനക്കെന്നല്ല, ഇവിടെ ഒരാൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. പഞ്ചരത്നം കൈപ്പിടിയിൽ ഒതുക്കാൻ പണ്ടേ തീരുമാനിച്ചുറപ്പിച്ചതാ ഞാൻ. അതിത്തവണ ബാങ്ക് വഴി എന്റെ കൈവെള്ളയിലെത്തും. എങ്ങനെ? അതൊന്നും എളുപ്പത്തിൽ നിനക്ക് മനസ്സിലാവില്ല മഹേന്ദ്ര. 1ഉം 2ഉം അല്ല, 2 കോടി രൂപയുടെ ബാധ്യതയാ ദിവ്യപ്രഭയുടെ പേരിൽ ഞാൻ പഞ്ചരത്നത്തിന് വരുത്തി വെച്ചിരിക്കുന്നത്. മാഡം, നിന്നെ നോക്കിയിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. രാവിലെ എത്തുമെന്ന് പറഞ്ഞതായിരുന്നില്ലേ നീ? വൈകിയതിന് കാരണമുണ്ട് മാഡം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായി പഞ്ചരത്നത്തിൽ. രാവിലെ മുതലേ വലിയ ബഹളവും വഴക്കുമായിരുന്നു. കാര്യങ്ങള് കണ്ടും കേട്ടും അറിയിക്കാൻ വന്നതാണ് ഞാൻ. അപ്പൊ കുറച്ച് വൈകിപ്പോയി. എന്താ കാരണം? കാര്യങ്ങളല്ലല്ലോ പ്രധാനം. പഞ്ചരത്നത്തിൽ പട തുടങ്ങി മാഡം. അടിച്ച് 5ആയി പിരിഞ്ഞില്ലെങ്കിലും ഉറപ്പായും 2ആയി പിരിയും. അഖിലയും ആതിരയും ഒരു വശത്ത്, ബാക്കി 3 പേരും മറുവശത്ത്. അമൃതയോട് പിണങ്ങി ആതിര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചന്ദ്രസേനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും ഇല്ല. പിള്ളേർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. പഞ്ചരത്നം കലക്കി കുളിപ്പിച്ചിട്ട് ഞാൻ മേഡത്തിന്റെ കയ്യിലോട്ടങ്ങ് തരും. എന്നാ ഞാൻ നിനക്കൊരു പൊന്മോതിരവും പട്ടും വളയും ഇട്ട് തരും. 5 എണ്ണവും തമ്മി തല്ലി ചാവണം. ഒന്നൊന്നിനെ വെട്ടിക്കീറാൻ വെട്ടുവാൾ എടുക്കണം. 4 എണ്ണവും തീർന്നു പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ 5ാമതൊരെണ്ണം അതിനൊന്നും ചെയ്യരുത്. അമൃത എനിക്ക് വേണം ചേച്ചി. അവക്ക് വേണ്ടി എന്റെ നെഞ്ചിരുന്ന് തുടിക്കുക. ഓ, ഈ ഒരു പെങ്കോന്തൻ. അവള് കണ്ണും കൈയും കാണിക്കുമ്പോഴേ ഇളകി തെറിക്കുന്നവൻ. എന്റെ ലക്ഷ്യം വേറെയാ മഹേന്ദ്ര. പഞ്ചരത്നം മൊത്തത്തിലാ എന്റെ നോട്ടം. ഇന്ന് ബാങ്കിലെങ്ങാനും ചെന്ന 2 കോടി രൂപയ്ക്ക് സമാധാനം പറയേണ്ടി വരും അമൃത. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.